വെൽക്കം. റഹ്മാനാണ്. മൈക്രോബയോളജി വീഡിയോ സീരീസിൽ ഈ വീഡിയോ സാൽമണല്ലയെ കുറിച്ചിട്ടാണ്. സാൽമണല്ല നമ്മൾ പഠിക്കുന്നത് ഗ്രാം നെഗറ്റീവ് ബാസില്ലയിലാണ്. ഗ്രാം നെഗറ്റീവ് ബാസില്ലയിൽ എൻട്രോബാക്ടീരിയേസി എന്ന് പറയുന്ന വലിയ ഗ്രൂപ്പിലെ ഒരു മെമ്പറാണ് സാൽമണല്ല. സോ എൻട്രോബാക്ടീരിയേസി ഗ്രൂപ്പിലെ ആ ജനറൽ ഫീച്ചേഴ്സ് നമ്മൾ പലതവണ പല ഓർഗാനിസത്തെ പറ്റി പറഞ്ഞപ്പോഴും പറഞ്ഞതാണ്. സോ അത് പലതും ഇതിന് ബാധകമാണ്. സോ ഗ്രാം നെഗറ്റീവ് ബാസില്ലയാണ് എന്നുള്ളതാണ് ഒരു കാര്യം. അപ്പോൾ ഗ്രാം സ്റ്റെയിനിങ് ചെയ്ത് കഴിഞ്ഞാൽ പിങ്ക് ഓർ റെഡ് കളർ ആയിരിക്കും കിട്ടുക. അപ്പോൾ ജനറൽ ഫീച്ചേഴ്സ് ആൻഡ് ബയോകെമിക്കൽ ടെസ്റ്റുകൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ബിക്കോസ് ഇത് നമ്മൾ പല സ്ഥലത്തും പല രീതിയിലും എക്സ്പ്ലെയിൻ ചെയ്താണ്. അതുകൊണ്ട് എക്സ്പ്ലനേഷൻ കുറച്ചിട്ട് പറയാം. ദിസ് ഈസ് എയ്റോബിക് ആണ്. സോ സാൽമണല്ല ഈസ് എയ്റോബിക് ഓർഗാനിസം ആണ്. ദെൻ ഇറ്റ് ഈസ് ലാക്ടോസ് നോൺ ഫെർമെന്റർ ആണ് എന്നുള്ളതാണ്. വേറൊരു നോൺ ഫെർമെന്റർ നമ്മൾ പറഞ്ഞത് ഷിജെല്ല ആയിരുന്നു. സോ ഷിജെല്ലയെ പോലെ തന്നെ ലാക്ടോസ് നോൺ ഫെർമെന്റർ ആണ്. പക്ഷെ വ്യത്യാസം ഉള്ളതെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് മോട്ടൈൽ ആണ്. ഷിജെല്ല നമ്മൾ പറഞ്ഞത് നോൺ മോട്ടൈൽ ആണ് എന്നാണ്. അപ്പൊ ഇത് നോൺ മോട്ടൈൽ അല്ല, ഇത് മോട്ടൈൽ ആണ്. ദെൻ പിന്നെ ഒരു പ്രശ്നം, ദിസ് ഈസ് H2S ഗ്യാസ് പ്രൊഡ്യൂസിങ് എന്നുള്ളതാണ്. TSI ടെസ്റ്റിലൊക്കെ H2S ഗ്യാസ് ഉണ്ടാക്കുന്നതാണ് ഇത്. ഓക്കെ, ദെൻ സ്ഥിരം നമ്മൾ പറയുന്ന ചോദ്യങ്ങളാണ്. കാറ്റലൈസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് വെച്ചാൽ പോസിറ്റീവ് ആണ്. പക്ഷെ ഓക്സിഡൈസ് നെഗറ്റീവ് ആണ്. ലാക്ടോസിനെ ഫെർമെന്റ് ചെയ്യില്ല, പക്ഷെ ഗ്ലൂക്കോസിനെ ഫെർമെന്റ് ചെയ്യും. ഇനി MR ടെസ്റ്റ് പോസിറ്റീവ് ആണ്. MR ടെസ്റ്റ് എന്ന് വെച്ചാൽ മീഥൈൽ റെഡ് ആണ്, അത് പോസിറ്റീവ് ആണ്. ദെൻ ഇൻഡോൾ ടെസ്റ്റ് പക്ഷെ നെഗറ്റീവ് ആണ് എന്നുള്ളതാണ്. ദെൻ VP വോൺപ്രോസ്കി ടെസ്റ്റ് ഇവിടെ എഴുതാം. VP ഈസ് ഓൾസോ നെഗറ്റീവ് ആണ്. ദെൻ സിട്രേറ്റ് യൂട്ടിലൈസേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് പോസിറ്റീവ് ആണ്. ദെൻ യൂറിയേസ് ടെസ്റ്റ് നെഗറ്റീവ് ആണ്. ദെൻ പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞില്ല, ഗ്രാം നെഗറ്റീവിൽ ദിസ് ഈസ് നോൺ സ്പോർ ഫോമിംഗ് ആണ്. സ്പോർ ഉണ്ടാക്കുന്നതല്ല ഇത് എന്നുള്ളതാണ്. ക്യാപ്സ്യൂൾ ഉണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപ്സുലേറ്റഡ് ആണ്. സോ ഇത്രയും കാര്യങ്ങൾ അവിടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സാൽമണല്ല ആന്റിജനിക്കലി കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഓർഗാനിസം ആണ്, ജീനസ് ആണ്. സോ വിവിധതരം ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ക്ലിനിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ്. ക്ലിനിക്കൽ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ ഇവിടെ രണ്ടായിട്ട് തിരിക്കുകയാണ്. ഒന്ന് ടൈഫോയിഡൽ സാൽമണല്ല എന്നാണ് ഒരു വിഭാഗം. രണ്ടാമത്തത് നോൺ ടൈഫോയിഡൽ സാൽമണല്ല, ടൈഫോയിഡ് അല്ലാത്ത സാൽമണല്ല. അപ്പൊ ഇങ്ങനെ രണ്ടാക്കി തിരിച്ചാൽ ഈ ടൈഫോയിഡിൽ തന്നെ വീണ്ടും നമ്മൾ രണ്ടാകാണ്. അതിൽ ഒന്ന് സാൽമണല്ല ടൈഫി ആണ് ഒരെണ്ണം. ആൻഡ് ഇതാണ് ഈ ടൈഫോയിഡ് ഫീവർ ഉണ്ടാക്കുന്നത് ഈ സാൽമണല്ല ടൈഫി ആണ്. ഇതാണ് പ്രധാനപ്പെട്ടത്. രണ്ടാമത്തത് സാൽമണല്ല പാരാടൈഫി ആണ്. പാരാടൈഫി എന്ന് പറയുന്നത് ഉണ്ടാക്കുന്നത് ഏതാണ്? പാരാടൈഫോയിഡ് ആണ്. സാൽമണല്ല പാരാടൈഫി ഉണ്ടാകും. സോ ഈ ടൈഫോയിഡ് ഫീവറും പാരാടൈഫോയിഡ് ഫീവറും ഈ രണ്ടും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഈ ഫീവറും കൂടി ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ വിളിക്കുന്ന ഒരു ഏകീകൃത അല്ലെങ്കിൽ ബ്രോഡ് ടേമിനെയാണ് നമ്മൾ എൻറ്ററിക് ഫീവർ എന്ന് പറയും. സോ എൻറ്ററിക് ഫീവർ മീൻസ് ടൈഫോയിഡ് ഫീവറും ഉണ്ട്, പാരാടൈഫോയിഡ് ഫീവറും ഉണ്ട്. സോ ടൈഫോയിഡൽ സാൽമണല്ല എൻറ്ററിക് ഫീവർ. അപ്പോൾ അത് മൊത്തം പറയുകയാണെങ്കിൽ ടൈഫോയിഡൽ സാൽമണല്ല ഉണ്ടാക്കുന്നത് എൻറ്ററിക് ഫീവർ ആണ് എന്ന് നമുക്ക് പറയാം. ഇനി ഇത് രണ്ടിന്റെയും ഹോസ്റ്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ ആണ്, മനുഷ്യനാണ്. മനുഷ്യനിൽ മാത്രമാണ് ഇതിന്റെ ഹോസ്റ്റ്, മൃഗങ്ങളിൽ ഒന്നും ഇല്ല. അപ്പൊ രണ്ടാമത്തെയോ നോൺ ടൈഫോയിഡൽ സാൽമണല്ല NTS, ഇത് സാൽമണല്ല ബാക്കിയുള്ളതാണ്. മനുഷ്യനുണ്ടാക്കുന്നത് ഫുഡ് ബോൺ ഡിസീസസ് ഉണ്ടാക്കാം, ഗ്യാസ്ട്രോ എൻറ്ററൈറ്റിസ് ഉണ്ടാക്കാം, സെപ്റ്റിസീമിയ ഉണ്ടാക്കാം. പക്ഷെ മനുഷ്യരിൽ മാത്രമല്ല, മറ്റ് മാമൽസ്, റെപ്റ്റൈൽസ്, ബേർഡ്സ് ഇവയിലെല്ലാം കോളനൈസ് ചെയ്യുന്നതാണ് നോൺ ടൈഫോയിഡൽ സാൽമണല്ല. ഇനി രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ DNA ഹൈബ്രിഡൈസേഷൻ സ്റ്റഡീസ് ആണ്. അതിനാണ് നമ്മൾ മോളിക്കുലാർ ക്ലാസിഫിക്കേഷൻ എന്ന് പറയാം. ആൻഡ് ഇവിടെ ജീനസ് സാൽമണല്ലേ നമ്മൾ രണ്ട് സ്പീഷീസ് ആണ് ആക്കുക. അപ്പോൾ സ്പീഷീസ് ആക്കി തരംതിരിക്കുന്നു. ഒന്ന് സാൽമണല്ല എൻറ്ററിക്കയാണ്, എൻറ്ററിക്ക എന്ന് പറയുന്നതാണ്. രണ്ടാമത്തത് സാൽമണല്ല ബൗഗോറി എന്നാണ്. ബൗഗോറി ആൻഡ് എൻറ്ററിക്ക. ആൻഡ് ഈ എൻറ്ററിക്ക എന്ന് പറയുന്ന സ്പീഷീസ് അതിനകത്ത് വീണ്ടും ഒരു 6 സബ് സ്പീഷീസ് ഉണ്ട്. സബ് സ്പീഷീസിൽ അപ്പോൾ വീണ്ടും സാൽമണല്ല എൻറ്ററിക്ക, വീണ്ടും എൻറ്ററിക്ക. ആൻഡ് ഇതിൽ വരുന്നതാണ് നമ്മുടെ ടൈഫോയിഡും നോൺ ടൈഫോയിഡൽ നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഇവിടെ വരുന്നു. പിന്നെ എൻറ്ററിക്ക അല്ലാതെ പിന്നെ സാൽമേ എന്ന് പറയുന്ന ഒരെണ്ണമുണ്ട്. ഇൻഡിക്ക, ദെൻ അരിസോണ, ഇങ്ങനെ
നാളെ ഞാൻ പറഞ്ഞു ഒരു 6 മൊത്തത്തിലുണ്ട്. ഇനി മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഇറ്റ്സ് ആന്റിജനിക് നേച്ചർ. ആന്റിജനിക് നേച്ചർ വെച്ചിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇതിനെ നമ്മൾ കോഫ്മാൻ വൈറ്റ് സ്കീം എന്നാണ് പറയാ. സോ ഇതാണ് അതിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ. സോ എൻട്രോബാക്ടീരിയസെ നമ്മൾ പറഞ്ഞത് എന്തൊക്കെ ആന്റിജൻ ഉണ്ടെന്നാണ്. ഒരു സൊമാറ്റിക് O ആന്റിജൻ ഉണ്ട് എന്ന് പറഞ്ഞു. ദെൻ ഒരു ക്യാപ്സുലാർ K ആന്റിജൻ ഉണ്ടെന്ന് പറഞ്ഞു. ദെൻ ഫ്ലജല്ലയിലുള്ള ആന്റിജൻ H ആന്റിജൻ എന്നാണ് വിളിക്കുക. ഫിംബ്രിയയിലുള്ളത് F ആന്റിജൻ. സോ ഇതാണ് നമ്മൾ എൻട്രോബാക്ടീരിയസിൽ നമ്മൾ പറഞ്ഞത്. സോ ഇവിടെ സൊമാറ്റിക് O ആന്റിജനും, അപ്പോൾ സൊമാറ്റിക് O ആന്റിജനും ദെൻ ഫ്ലജല്ലാർ H ആന്റിജനും കൂടി വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ ക്ലാസിഫൈ ചെയ്യുക. സോ O ആന്റിജൻ വെച്ചിട്ട് നമുക്കൊരു 67 സീറോ ഗ്രൂപ്പ്സ് ആക്കുന്നു ആദ്യം. സോ ആദ്യം നമ്മൾ സൊമാറ്റിക് O ആന്റിജൻ വെച്ചിട്ട് ഒരു 67 സീറോ ഗ്രൂപ്പ്സ് ആക്കുന്നു. ആൻഡ് ഇതിൽ സീറോ ഗ്രൂപ്പ് 2ൽ O ആന്റിജൻ ടൈപ്പ് 2 ഉണ്ട്. ടൈപ്പ് 2 ഉള്ളതിനെ നമ്മൾ സാൽമണല്ല പാരാടൈഫി, അത് സാൽമണല്ല പാരാടൈഫി A ആണ്. ആൻഡ് സീറോ ഗ്രൂപ്പ് 4ൽ O ആന്റിജൻ ടൈപ്പ് 4 ആണെങ്കിൽ അതിനെ നമ്മൾ സാൽമണല്ല പാരാടൈഫി B എന്നായിരിക്കും വിളിക്കുക. സോ ഇതാണ് അതിന്റെ ഒരു പേര്. ആൻഡ് അതിൽ തന്നെ സീറോ ഗ്രൂപ്പ് 9ൽ O ആന്റിജൻ എന്ന് പറയുന്നത് ടൈപ്പ് 9 ആണെങ്കിൽ അതിനെയാണ് നമ്മൾ സാൽമണല്ല ടൈഫി എന്ന് വിളിക്കുക. സോ ഇതാണ് നമ്മുടെ ആദ്യത്തെ സൊമാറ്റിക് O വെച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ, സീറോ ഗ്രൂപ്പായിട്ട് തിരിച്ചിരിക്കുന്നത്. ഇനി ഇതിലെ ഓരോ ഗ്രൂപ്പും നമ്മൾ ഫ്ലജല്ലാർ H ആന്റിജൻ, ഇതിലെല്ലാത്തിലെയും ഓരോന്നിലും നമ്മൾ ഫ്ലജല്ലാർ H ആന്റിജൻ വെച്ചിട്ട് നമ്മൾ തരംതിരിച്ചു കഴിഞ്ഞാൽ ഏകദേശം 2500-ലധികം സീറോ ടൈപ്സ് നമുക്ക് കിട്ടും. സോ ഇതാണ് ഇതിന്റെ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ. പിന്നെ നമുക്ക് പറയാനുള്ളത് ഇതിലെ ആന്റിജനെ പറ്റിയാണ്. ആന്റിജൻസിനെ പറ്റി നമുക്കൊന്ന് പറയണം. സോ 3 ആന്റിജൻ ആണ് നമുക്ക് പറയാനുള്ളത്. ഒന്ന് സൊമാറ്റിക് O ആന്റിജനെ പറ്റിയാണ് പറയാനുള്ളത്. 2 ഫ്ലജല്ലാർ H ആന്റിജനെ പറ്റിയാണ്. ആൻഡ് ഇത് രണ്ടും എല്ലാ സീറോ ടൈപ്സിലും ഉണ്ട് എന്നുള്ളതാണ്. എവറി സീറോ ടൈപ്സ് കണ്ടെയ്ൻ O ആന്റിജൻ ആൻഡ് H ആന്റിജൻ. ആൻഡ് മൂന്നാമത്തേത് സർഫസ് എൻവലപ്പ് ആന്റിജൻ ആണ്. സർഫസ് എൻവലപ്പ് ആന്റിജൻ, അത് ആന്റിജൻ 6 എന്നാണ് അറിയപ്പെടുക. ആന്റിജൻ 6 ഇത് പക്ഷേ എല്ലാത്തിലും ഇല്ല, ചിലതിൽ മാത്രമേ ഉള്ളൂ. ഇനി ഈ ആന്റിജനുകളെ ഒന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ സൊമാറ്റിക് O ആന്റിജൻ എന്ന് പറയുന്നത് സെൽ വാളിന്റെ ലിപ്പോപോളിസാക്കറൈഡിന്റെ ഭാഗമാണ്, നമുക്ക് ഓൾറെഡി അറിയാം. ഫ്ലജല്ലാർ H ആന്റിജൻ എന്ന് പറയുന്നത് ഫ്ലജല്ലിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ആണ്. സോ ഇതിപ്പോൾ മോട്ടിലിറ്റിക്ക് വേണ്ടിയുള്ള സംഭവമാണ്, അതിന് ആന്റിജനിക് ആണ്. ആൻഡ് ഈ O ആന്റിജൻ എന്ന് പറയുന്നത് ഹീറ്റ് ആൻഡ് ആസിഡ് സ്റ്റേബിൾ ആണ്. പക്ഷെ ഫോർമാൽഡിഹൈഡ് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഈസ് ലബൈലാണ്. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ്. ഫോർമാൽഡിഹൈഡിൽ സ്റ്റേബിൾ ആണ്, പക്ഷെ ഹീറ്റ് ആൻഡ് ആസിഡില് ലബൈൽ ആണ് എന്നുള്ളത്. ആൻഡ് വിഡാൽ ടെസ്റ്റിനകത്ത് ഇവിടെ നമ്മൾ O ആന്റിജൻ ഏതിന്റെയാണ് ഉപയോഗിക്കുക? ടൈഫിയുടെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ആൻഡ് വൈഡാൽ ടെസ്റ്റിൽ S ടൈഫിയുടെയും ആൻഡ് മറ്റേ പറഞ്ഞ S പാരാടൈഫി എയുടെയും ആൻഡ് ബിന്റെയും ദിസ് ഫ്ലജല്ലാർ ആന്റിജൻ H ആന്റിജൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആൻഡ് ഈ O ആന്റിജന് ഇമ്മ്യൂണോജെനിസിറ്റി കുറവാണ്. കമ്പാരിറ്റീവ്ലി കുറവാണെങ്കിൽ ദിസ് ഈസ് ഹൈലി ഇമ്മ്യൂണോജെനിക് ആണ് ദിസ് H ആന്റിജൻ. ഇനി എൻട്രിക് ഫീവർ അല്ലെങ്കിൽ ടൈഫോയിഡ് ഒക്കെ രോഗം വന്ന ആൾക്കാരിൽ ഈ O ആന്റിജൻ, ഇത് ആന്റിജൻ ആണ്, അപ്പൊ അതിനെതിരെ നമ്മുടെ ശരീരത്തിൽ ആന്റിബോഡി ഉണ്ടാകും. ഈ ആന്റിബോഡി വരുന്നത് അപ്പിയർ ഏർലി ആൻഡ് ഡിസപ്പിയർ ഏർലി, രണ്ടും വേഗത്തിൽ വരികയും വേഗത്തിൽ ഡിസപ്പിയർ ചെയ്യുകയും ചെയ്യും. അപ്പൊ ഈ O ആന്റിജൻ നമ്മുടെ ശരീരത്തിൽ കണ്ടാൽ അതിന്റെ അർത്ഥം എന്താ? ദർ ഇസ് എ റീസെന്റ് ഇൻഫെക്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ H ആന്റിജൻ ആണെങ്കിൽ അപ്പിയർ ലേറ്റ്, പതിയെ വരത്തുള്ളൂ, അതേപോലെ ഡിസപ്പിയർ ലേറ്റ്, പതിയെ മാത്രമേ ശരീരത്തിൽ നിന്ന് പോകത്തുള്ളൂ. സോ അപ്പൊ ഇത് കാണിക്കുന്നത് ഒരു കോവാലസെന്റ് സ്റ്റേജ് ആണ്. ദാറ്റ് മീൻസ് ഒരു 2 to 4 ആഴ്ച ആ ഗ്യാപ്പ്, ആ സമയത്തൊക്കെ ആയിരിക്കാം ഇത് കാണിക്കുക. ഇനി O ആന്റിജൻ, ഈ O ആന്റിജൻ എന്ന് പറയുന്നത് അതിന്റെ ആന്റിബോഡി ആയിട്ട് നമ്മൾ റിയാക്ട് ചെയ്താൽ അപ്പൊ ഉണ്ടാകുന്ന സംഭവം എന്ന് പറയുന്നത് ഒരു കോമ്പാക്ട് ആയിട്ടുള്ള ഗ്രാനുലാർ ആയിട്ടുള്ള ഒരു ചോക്കി ക്ലംബ് ആയിരിക്കും ഉണ്ടാകുന്നത്. ആൻഡ് ഇത് റിയാക്ഷൻ സ്ലോ ആണ്, മാത്രമല്ല ഒരു 55 ഡിഗ്രിയാണ് ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചർ. പക്ഷെ H ആന്റിജൻ H ആന്റിബോഡി ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് ഒരു വലിയ മീൻസ് ബിഗ് ആണ്. അപ്പൊ ലൂസ് ആയിട്ടുള്ള ഫ്ലഫി ആയിട്ടുള്ള ക്ലംസ് ആയിട്ടായിരിക്കും ഉണ്ടാകുക. അപ്പൊ നമ്മൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് വിഡാൽ ടെസ്റ്റിലൊക്കെ നമ്മൾ ചെയ്ത് നോക്കുന്നതാണ്. സോ അഗ്ലൂട്ടിനേഷൻ മാത്രമേ
മാത്രമല്ല വേഗത്തിൽ നടക്കുകയും ചെയ്യും, ഒരു 37 ഡിഗ്രിയിൽ നടക്കുകയും ചെയ്യും എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്, എസ് ആന്റിജൻ വെച്ചിട്ടാണ് സീറോ ഗ്രൂപ്പിംഗ് ചെയ്യുന്നത്. ഇത് വീണ്ടും തരംതിരിക്കാനായിട്ടാണ്, നമ്മൾ സീറോ ടൈപ്പ് ചെയ്യാനായിട്ടാണ് നമ്മൾ എച്ച് ആന്റിജൻ ഉപയോഗിക്കുന്നത്. ഇനി ആന്റിജൻ 6 എന്ന് പറയുന്നത് സർഫസിലുള്ള പോളിസാക്കറൈഡ് ആയിട്ടുള്ള എൻവലപ്പ് ആന്റിജൻ ആണ്, അല്ലെങ്കിൽ നമുക്കതിനെ ക്യാപ്സുലാർ ആന്റിജൻ എന്ന് പറയാം. ആൻഡ് ഇത് ഈ ഒ ആന്റിജനെ, സർഫസിലുള്ള ഒ ആന്റിജന്റെ ചുറ്റും കവർ ചെയ്തിട്ടായിരിക്കും ഇത് ഉണ്ടാവുക. ആൻഡ് ഇത് എല്ലാ സീറോ ടൈപ്സിലും ഇല്ല എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ടൈഫി, പാരാടൈഫി, ദെൻ സാൽമണല്ല, ഡുബ്ലിൻ എന്ന് പറയുന്ന ഇതിലൊക്കെ സംഭവം ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇതിലൊന്നും പെടാത്ത ഒരു ഓർഗാനിസമാണ് സിട്രോബാക്ടർ ഫ്ലൂഎൻഡി. അതിനകത്തും ഇതേ ഈ ആന്റിജൻ 6 ഉണ്ട് എന്നുള്ളതാണ്. ആൻഡ് ഇത് പൂർലി ഇമ്മ്യൂണോജനിക് ആണ്, അത്ര ഇമ്മ്യൂണോജനിക് അല്ലാത്ത സംഭവമാണ്. ഡയഗ്നോസിസിന് ഉപയോഗിക്കാൻ പറ്റില്ല, വൈഡാൽ ടെസ്റ്റ് അതിനൊന്നും നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. ശരീരത്തിൽ ഇത് തുടർച്ചയായിട്ട് കാണുകയാണെങ്കിൽ, ഉയർന്നു കാണുകയാണെങ്കിൽ, അപ്പൊ നമുക്കിത് പറയാവുന്നത് കാരിയർ ആണ്, അയാൾ കാരിയർ സ്റ്റേറ്റിനെ സൂചിപ്പിക്കുന്നതാണ്. ആൻഡ് ഇത് നമുക്ക് വാക്സിനേഷനും നമുക്ക് ഇത് ഉപയോഗിക്കാം. പിന്നെ ഇതെങ്ങനെയാണ് പകരുക? മോഡ് ഓഫ് ട്രാൻസ്മിഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓറൽ റൂട്ടിലാണ്. ഓറൽ റൂട്ട് വഴി, ദാറ്റ് മീൻസ് മോസ്റ്റ് കോമൺലി ബൈ കണ്ടാമിനേറ്റഡ് ഫുഡ് ഒക്കെ പ്രശ്നമാണ്. കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ വഴിയാണ് പകരുക. ഒരു 10⁻³ to 10⁻⁶ ഓർഗാനിസം അല്ലെങ്കിൽ ബാസിലെ എങ്കിലും വേണം ഈ രോഗം ഉണ്ടാക്കാൻ എന്നുള്ളതാണ്. തൊട്ടുമുമ്പ് പറഞ്ഞ ഷിജല്ലയ്ക്ക് എത്ര വേണം? 10 to 100 ബാസിലെ മതിയായിരുന്നു എന്നും കൂടി നമുക്ക് ഓർക്കാം. ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 3 ദിവസം തൊട്ട് 21 ദിവസം വരെ ആണ് ഇൻക്യുബേഷൻ പീരീഡ്. ഇനി ഇതെങ്ങനെ ശരീരത്തിലേക്ക് കടക്കുന്നു, എൻട്രി എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ GI എപ്പിത്തീലിയൽ സെൽസ് ആണ് ഞാൻ വരയ്ക്കുക. GI എപ്പിത്തീലിയൽ സെൽസ് ഇങ്ങനെ ഞാൻ വരയ്ക്കുകയാണ്. ഓക്കെ, ഇതൊക്കെ എപ്പിത്തീലിയൽ സെൽസ് ആണ്. GIയിലെ മ്യൂക്കോസയിലെ എപ്പിത്തീലിയൽ സെൽസിൽ ചില സെല്ലുകളാണ്. ഇപ്പോൾ ഇത് M സെല്ലാണെന്ന് വിചാരിക്കുക. ഈ M സെല്ലിൽ ഇത് വന്ന് കയറും. ബാക്ടീരിയ മീഡിയേറ്റഡ് എൻഡോസൈറ്റോസിസ് വഴി സാൽമണല്ല ഇതിനകത്തേക്ക് കയറും. ശേഷം ഇത് ഈ M സെൽ ഞാൻ വലുതായിട്ട് വരയ്ക്കുകയാണ്. M സെല്ലിലെ സൈറ്റോപ്ലാസം അതിനകത്തുള്ള വാക്യൂൾസിനകത്തേക്ക് കയറും, അതിനകത്തിരിക്കും. ആൻഡ് ഇതിനുശേഷം പിന്നെ ഇവിടെ നിന്ന് താഴത്തേക്ക് സബ് മ്യൂക്കോസയിലേക്ക് പോകും. സബ് മ്യൂക്കോസ ലെയറിലെത്തിയിട്ട് അവിടെ എത്തുന്ന മാക്രോഫേജസിനകത്തേക്ക് ഇത് കടന്നിട്ടാണ് ബ്ലഡ് സ്ട്രീമിലേക്ക് എത്തുക. സോ മാക്രോഫേജസ് വഴി അവിടെ ആദ്യം റെറ്റിക്കുലോ എൻഡോത്തീലിയൽ സിസ്റ്റത്തിൽ ഇവിടേക്കുള്ള സംഭവങ്ങൾ നമ്മൾ പേഴ്സ് പാച്ചസ് എന്നാണ് വിളിക്കുക, അല്ലെ? പേഴ്സ് പാച്ചസ് ഉണ്ട്, ദെൻ ലിംഫ് നോഡ്സ് ഉണ്ട്, ദെൻ പിന്നെ അവിടെ നിന്ന് ലിവർ, സ്പ്ലീൻ, ദെൻ ബോൺ മാരോ, ഗോൾ ബ്ലാഡർ, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളിലേക്ക് പോകും. സോ അപ്പോഴത്തേക്കും പ്രൈമറി ബാക്ടീരിയമ ഉണ്ടാകുന്നു എന്നുള്ളത്. ഇനി സീഡഡ് ഓർഗൻസിൽ അത് വീണ്ടും വളരും. സീഡഡ് ഓർഗൻസിൽ വീണ്ടും വളരുമ്പോഴത്തേക്കും പ്രൈമറി ബാക്ടീരിയമ സെക്കൻഡറി ബാക്ടീരിയമയായിട്ട് മാറും. ഇതുണ്ടാവുമ്പോഴാണ് ക്ലിനിക്കലി നമുക്ക് രോഗം ഉണ്ടാവുന്നത്, ഇതുണ്ടാവുന്നത്. സോ എൻട്രിക് ഫീവറിന്റെ ലക്ഷണമൊക്കെ ഉണ്ടാവുന്നത് ഈ സമയത്തായിരിക്കും. ഇനി പേര് എൻട്രിക് ഫീവർ എന്നാണ് എങ്കിലും കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇൻഡസ്റ്റൈനിൽ മാത്രമാണ് എന്ന് നമ്മൾ ധരിക്കും. പക്ഷെ അങ്ങനെയല്ല. ഇറ്റ്സ് മോർ എക്സ്ട്രാ ഇൻഡസ്റ്റൈനൽ കൂടിയാണ് ഈ രോഗം എന്ന് പറയും. സോ അപ്പോൾ ലക്ഷണങ്ങൾ, എൻട്രിക് ഫീവറിന്റെ ലക്ഷണങ്ങൾ പനി തന്നെയാണ്. പനി എങ്ങനത്തെ പനിയാണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് സ്റ്റെപ്പ് ലാഡർ ഫീവർ ആണ്. സ്റ്റെപ്പ് ലാഡർ ഫീവർ എന്ന് പറയുന്നത് പാറ്റേണുള്ള ഫീവർ എന്ന് പറഞ്ഞാൽ പ്രൊലോങ്ഡ് കണ്ടിന്യൂസ് ഫീവർ ആണ്. അങ്ങനെ കൂടി അങ്ങ് വരും. കൂടെ ഹെഡ് ഏക്ക്, തലവേദന ഉണ്ടാകും, ചിൽസ് ഉണ്ടാകും, ദെൻ വിയർക്കൽ, സ്വെറ്റിംഗ് ഉണ്ടായിരിക്കും, ദെൻ എന്താ പറയാ മയാൾജിയ എന്ന് വെച്ചാൽ പേശിവേദന, സന്ധിവേദന എന്ന് പറയുമ്പോൾ ആർത്രാൾജിയ, ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസും കൂടി ഇതിൻ്റെ ഒപ്പം ഉണ്ടാകും. ആൻഡ് ഒരു പ്രത്യേക രീതിയിലുള്ള റാഷസ് നമുക്ക് കാണാൻ പറ്റും. ഈ റാഷസ് എന്ന് പറയുന്നത് റോസ് സ്പോട്സ് ആണ്. മുതുകത്തും മേത്തുമൊക്കെ റോസ് സ്പോട്സ് ആയിട്ട് ഇങ്ങനെ നമുക്ക് കാണാം. ഒരു 30% പേരിലും ഈ റാഷസ് ആദ്യ ആഴ്ചയുടെ അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും ഇതുണ്ടാകും. ഇനി ഇൻഡസ്റ്റൈനൽ മാനിഫെസ്റ്റേഷൻസ് എന്തൊക്കെയായിരിക്കും? ഇൻഡസ്റ്റൈനിൽ അബ്ഡോമിനൽ പെയിൻ ഉണ്ടായിരിക്കും, നൗസിയ, വൊമിറ്റിംഗ്, അനോറക്സിയ, ഇങ്ങനെയൊക്കെ ഉള്ളതാണ് ഇൻഡസ്റ്റൈനൽ മാനിഫെസ്റ്റേഷൻസ്. ഒരു 3 to 4 വീക്സ് കഴിയുമ്പോഴത്തേക്കും ലേറ്റ് ഇൻഡസ്റ്റൈനൽ, അപ്പോൾ ഇത് ഇനീഷ്യൽ ഇൻഡസ്റ്റൈനലാണ്, ലേറ്റ് ഇൻഡസ്റ്റൈനൽ മാനിഫെസ്റ്റേഷൻസ്. അപ്പോൾ എന്തൊക്കെയായിരിക്കും? ബ്ലീഡിംഗ് ഉണ്ടാകും എന്നുള്ളതാണ്. ദെൻ പെർഫോറേഷൻസ്, തൊള വീഴുന്നു എന്നുള്ളതാണ്. ആൻഡ് ഈ ടൈഫോയിഡ് ഫീവറിൽ പ്രത്യേകമായിട്ടും ലോഞ്ചിറ്റ്യൂഡ്നൽ ഇൻഡസ്റ്റൈനൽ അൾസർ നമുക്ക് കാണാനായിട്ട് പറ്റും ഇൻ ടൈഫോയിഡ് ഫീവർ. ദെൻ ആൾക്ക് വയറ്റിലൊക്കെ ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ ലിവർ വലുതാകും, സ്പ്ലീൻ വലുതാകും, അല്ലെ? അപ്പൊ ഹെപ്പാറ്റോ സ്പ്ലീനോ മെഗാലി രണ്ടും വലുതാവുന്നുണ്ട്. മൂക്കിലൂടെ ചിലപ്പോൾ ബ്ലഡ് വരും. എപ്പിസ്റ്റാക്സിസ് എന്നാണ് നമ്മൾ അതിന് പറയുക. ആൻഡ് പ്രത്യേകമായിട്ട് കാണുന്നത് റിലേറ്റീവ് ബ്രാഡികാർഡിയാണ്. ഹൃദയമിടിപ്പ് കുറയുന്നു എന്നുള്ളതാണ്. സോ ദാറ്റ് ഈസ് റിലേറ്റീവ് ബ്രാഡികാർഡിയ.
എന്നോർത്തിരിക്കുക. ദെൻ പിന്നെയുള്ളത് ന്യൂറോളജിക്കൽ മാനിഫെസ്റ്റേഷൻസ് ആണ്. ന്യൂറോളജിക്കൽ ഓർ ന്യൂറോ സൈക്കാട്രിക് മാനിഫെസ്റ്റേഷൻസ്, അതിനെല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ പറയാ, ഞാനിവിടെ എഴുതാം, മട്ടറിങ് ഡെലീറിയം എന്നാണ് വിളിക്കുക, അല്ലെങ്കിൽ വേറൊരു പേര് കോമാ വിജിൽ എന്നാണ് ഇതിന്റെ ന്യൂറോ സൈക്കാട്രിക് മാനിഫെസ്റ്റേഷൻസിനെ നമ്മൾ വിളിക്കുന്നത്. സോ ഒരു പാരനോയിഡ് സൈക്കോസിസ്, ഡെലീറിയം, ഇങ്ങനെയൊക്കെയുള്ള ഒരു കണ്ടീഷൻസ് ആണ് ഉണ്ടാവുക. ആൻഡ് ഇതല്ലാതെ പിന്നെ മെനിഞ്ചൈറ്റിസ് വരാം, ദെൻ സെറിബെല്ലാർ അറ്റാക്സിയ, അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസും കൂടി കാണും. സോ ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് എല്ലാവർക്കും, എല്ലാ മനുഷ്യരിലും മാത്രം വരുന്നതാണ്, മറ്റു മൃഗങ്ങളിലൊന്നും വരുന്നതല്ല എന്ന് ഞാൻ പറഞ്ഞു. ആൻഡ് ഇത് കൂടുതൽ തന്നെ ഉള്ളത് അർബൻ ജനതയിലാണ്. അതിൽ മുതിർന്നവരെക്കാൾ കുട്ടികൾ അല്ലെങ്കിൽ ചെറുപ്പക്കാരിലൊക്കെയാണ് കൂടുതൽ ഉണ്ടാകുന്നത് എന്ന് ഞാൻ പറഞ്ഞു. ഇനി ഇത് സാൽമണല്ല ടൈഫി ഉണ്ട്, സാൽമണല്ല പാരടൈഫി രണ്ടും ഉണ്ടെങ്കിൽ 4:1 റേഷ്യോയിലായിരിക്കും ഇത് സാധാരണ രീതിയിൽ ഉണ്ടാവുക എന്നുകൂടി ഓർത്തു വയ്ക്കും. ഇനി ഈ രോഗത്തിന്റെ കാരിയേഴ്സിനെ പറ്റി പറഞ്ഞാൽ 2 തരം കാരിയേഴ്സ് ഉണ്ട്. ഒന്ന് ഫീക്കൽ കാരിയേഴ്സ് ആണ്. ഫീക്കൽ, രണ്ടാമത്തെ അപ്പൊ യൂറിനറി അല്ലെങ്കിൽ അങ്ങനെയുള്ള മൂത്രത്തിലൂടെ ക്യാരി ചെയ്യുന്നതാണ്. ഫീക്കൽ കാരിയേഴ്സ് ഇവരുടെ ഈ ഓർഗാനിസം മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഗോൾ ബ്ലാഡറിൽ വെച്ചിട്ട് സംഭവങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദെൻ ഫീസസിലൂടെ അതിനെ എലിമിനേറ്റ് ചെയ്യുന്നു. രണ്ടാമത്തെ അപ്പൊ യൂറിനറി കാരിയേഴ്സ് എവിടെ വെച്ചിട്ടായിരിക്കും? കാരണം അപ്പൊ കിഡ്നിയിൽ വെച്ചിട്ടായിരിക്കും. കിഡ്നിയിൽ വെച്ചിട്ട് ഇത് മൾട്ടിപ്ലൈ ചെയ്യും, യൂറിനിലൂടെ അത് പുറത്തേക്ക് പോകും എന്നുള്ളതാണ്. ആൻഡ് ഈ കാരിയർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 3 വീക്സ്, 3 ആഴ്ച മുതൽ 3 മാസം വരെ ക്യാരി ചെയ്യുന്ന ആൾക്കാരുണ്ട്. പിന്നെ 3 months to 1 year ഈ രോഗം ക്യാരി ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ ടെമ്പററി കാരിയേഴ്സ് എന്നായിരിക്കും വിളിക്കുക. ആൻഡ് 1 year പ്ലസ് ആണെങ്കിൽ 1 വർഷത്തിലും കൂടുതൽ ക്യാരി ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ ക്രോണിക് കാരിയേഴ്സ് എന്നാണ് വിളിക്കുക. ആൻഡ് 1 to 4% ഇൻഫെക്റ്റഡ് രോഗികൾ, അത് അധികവും ക്രോണിക് കാരിയേഴ്സ് ആണ്. 1-4% ഇൻഫെക്റ്റഡ് പീപ്പിളും ക്രോണിക് കാരിയേഴ്സ് ആണ്. അതിൽ തന്നെ ഫീമെയിൽ കൂടുതലാണ്, സ്ത്രീകൾ, കുട്ടികൾ, ചിൽഡ്രൻ കൂടുതലാണ്, മുതിർന്നവരൊക്കെ ആയിരിക്കും കൂടുതൽ. ആൻഡ് ഇവരിൽ തന്നെ ഇപ്പൊ എന്തെങ്കിലും ബീലിയറി പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, ബീലിയറി അബ്നോർമാലിറ്റീസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ യൂറിനറി ട്രാക്ട് അബ്നോർമാലിറ്റീസോ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ കൂടുതലായിട്ട് ക്യാരി ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ദെൻ ചില ആൾക്കാർക്ക് ഷിസ്റ്റോസോമ ഹിമോലിറ്റിക്കസ് എന്ന് പറയുന്ന ഒരു ബ്ലാഡർ ഇൻഫെക്ഷൻ പിടിപെട്ടിട്ടുണ്ടെങ്കിൽ അവരും കാരിയർ ആവാനുള്ള സാധ്യത കൂടുതലാണ്. ആൻഡ് ഇങ്ങനെയൊക്കെയാണ് രോഗാണുവിനെ ഇവര് പുറത്തേക്ക് ഷ്രെഡ് ചെയ്യുക. നമ്മൾ രോഗാണുവിനെ ഷ്രെഡ് ചെയ്യുക എന്നാണ് നമ്മൾ ഇതിന് പറയുക. ഇനി ഈ ഓർഗാനിസം രോഗാണുവിനെ നമുക്ക് കണ്ടുപിടിച്ച് കൾച്ചർ ചെയ്യാം. ഇഫ് ഇറ്റ് ഈസ് ഇൻ ദ ഫസ്റ്റ് വീക്ക്, രോഗത്തിന്റെ ഫസ്റ്റ് വീക്ക് ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുക ഒന്നുകിൽ ബ്ലഡ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുക ബോൺ മാരോ നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഡിയോഡിനൽ ആസ്പിറേറ്റ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുക കൾച്ചർ ചെയ്യാം. അപ്പൊ നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന മീഡിയ എന്ന് പറയുന്നത് ബ്രെയിൻ ഹേർട്ട് ഇൻഫ്യൂഷൻ മീഡിയം അല്ലെങ്കിൽ ബ്രോത്ത് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുക. അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്നത് കാസ്റ്റിനിഡാസ് ബൈഫേസിക് മീഡിയം നമുക്ക് ഉപയോഗിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ BH1 BHI അഗർ അതിനകത്തുണ്ട്, അഗർ സ്ലോപ്പ് ഉണ്ട്, ദെൻ BHI ബ്രോത്തും ഇത് ചേർന്നായിരിക്കും നമുക്ക് ഉപയോഗിക്കുക. അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്നത് SPS ആണ്. SPS എന്ന് പറയുന്നത് സോഡിയം പോളി അനിത്തോൾ സൾഫേറ്റ് ആണ്, സൾഫോണൈറ്റ് ആണ്. ആൻഡ് ഇതൊരു ആന്റികോയാഗുലന്റ് ആണ്. ഈ ആന്റികോയാഗുലന്റ് ചേർന്ന മീഡിയം ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുക. ഇനി രോഗി 2nd വീക്ക് ഓർ 3rd വീക്ക് ആണെങ്കിൽ ഇവിടെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ആന്റിബോഡി ഡിറ്റക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നത് വൈഡാൽ ടെസ്റ്റ് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി രോഗി ആന്റിബയോട്ടിക് കഴിക്കുന്നുണ്ട് എങ്കിൽ നമുക്കപ്പോൾ സ്റ്റൂൾ കൾച്ചർ ചെയ്യാം. സ്റ്റൂൾ കൾച്ചർ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എൻറിച്ച്മെന്റ് ബ്രോത്ത് ആണ്. നമ്മൾ ഓൾറെഡി ഷിജറിലെ പറഞ്ഞ സംഭവങ്ങൾ തന്നെയാണ്. സെലിനൈറ്റ് F ബ്രോത്ത് നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ടെട്രാതയോണൈറ്റ് ബ്രോത്ത്, അല്ലെങ്കിൽ ഗ്രാം നെഗറ്റീവ് ബ്രോത്ത് ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. സെലക്റ്റീവ് മീഡിയ വേണമെങ്കിൽ മക്കോൺകി അഗർ നമുക്ക് ഉപയോഗിക്കാം. ദെൻ ഡിയോക്സി കോളേറ്റ് സിട്രേറ്റ് അഗർ മീഡിയം നമുക്ക് ഉപയോഗിക്കാം. പിന്നെ XLD മീഡിയം നമുക്ക് ഉപയോഗിക്കാം. പിന്നെ നമ്മൾ അവിടെ തന്നെ പറഞ്ഞാണ് ഷിജല്ല ആൻഡ് ഓൾസോ സാൽമണല്ല അഗർ മീഡിയം. അവിടെ ഒരു ബ്ലാക്ക് കളർ ആയിരിക്കും നമുക്ക് കിട്ടുക. ദെൻ പിന്നെ ഒരു മീഡിയം വിൽസൺ ബ്ലയർ ആണ്. വിൽസൺ ബ്ലയർ ബ്രില്യന്റ് ഗ്രീൻ ബിസ്മത്ത് സൾഫർ മീഡിയ എന്നാണ് പറയാ. ആൻഡ് ഇതിലെ ഒരു ഗ്രീൻ കളേർഡ് കോളനീസ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഇനി ഇത് ട്രാൻസ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന മീഡിയ എന്ന് പറയുന്നത് കാരി ബ്ലയർ മീഡിയയിലാണ് നമ്മൾ ഈ ഓർഗാനിസത്തിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഇനി 4th വീക്ക് ആണെങ്കിൽ നമ്മൾ വൈഡാൽ ടെസ്റ്റ് ആണ് നമ്മുടെ ടെസ്റ്റ് ഓഫ് ചോയ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ചോയ്സ് എന്ന് പറയുന്നത്. വേണമെങ്കിൽ നമുക്ക് സ്റ്റൂൾ ആൻഡ് യൂറിൻ നമുക്ക് വേണ്ടി ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ വൈഡാൽ ടെസ്റ്റിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. വൈഡാൽ ടെസ്റ്റ് നമ്മൾ O&H ആന്റിജന്റെ അഗ്ലൂട്ടിനേഷൻ ആണ് നമ്മൾ ബേസ് ചെയ്തിട്ടാണ് ഇത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ H and O ആന്റിബോഡീസ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്.
കണ്ടുപിടിക്കുക. ശരീരത്തിൽ ഒയുടെയും എച്ചിന്റെയും ആന്റിബോഡി ഉണ്ടോ എന്നാണ് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഒയിന്റെയും എച്ചിന്റെയും ആന്റിജൻ ആയിരിക്കും. ആന്റിജൻ എടുത്തിട്ട് അപ്പോൾ പേഷ്യന്റ് സീറം എടുത്തിട്ട് അതിനകത്ത് മിക്സ് ചെയ്താൽ മതിയല്ലോ. സോ എസ് സാൽമണല്ല ടൈഫിയുടെ ഒ ആന്റിജൻ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. സാൽമണല്ല പാരാടൈഫിയുടെ നമ്മൾ എ ഉണ്ട് ബി ഉണ്ട് എന്ന് പറഞ്ഞു. എൻ്റെയും ബിന്റെയും എച്ച് ആന്റിജൻ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യും. ആൻഡ് ഇതിന്റെ ടൈറ്റർ വാല്യൂ അനുസരിച്ച് നമുക്ക് രോഗം സ്ഥിരീകരിക്കാം. ആൻഡ് വിഡാൽ ടെസ്റ്റ് നമുക്ക് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യണം. ഇത് പറഞ്ഞാൽ സമയം ധാരാളമായി പോകും. ഇനി മറ്റൊരു ടെസ്റ്റ് എന്ന് പറയുന്നത് ടൈഫി ഡോട്ട് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റാണ്. 4 ദിവസത്തിൽ കൂടുതൽ ഇൽനെസ് ഉണ്ടെങ്കിലാണ് നമ്മൾ ചെയ്യുക. IgMഉം IgGയും നമുക്ക് ഇമ്മ്യൂണോക്രോമാറ്റോഗ്രാഫിക് ടെസ്റ്റ് വഴി നമുക്ക് ചെയ്യാം. IgM അപ്പോൾ കൂടുന്നത് അക്യൂട്ട് ഇൻഫെക്ഷനിലാണ്. അക്യൂട്ട് ഇൻഫെക്ഷനിൽ IgM കൂടുതലായിരിക്കും, IgG അപ്പോൾ കുറവായിരിക്കും. ദെൻ IgG അപ്പോൾ നെഗറ്റീവ് ആയിരിക്കും. നേരെ പോസ്റ്റ് ഇൻഫെക്ഷൻ ആണെങ്കിലോ ഇൻഫെക്ഷൻ കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ നേരെ തിരിച്ചായിട്ടായിരിക്കും നമുക്ക് കിട്ടും. ഇനി ഇൻ കേസ് ഓഫ് എപ്പിഡമിക്സ്, ഒരു എപ്പിഡമിക് ഉണ്ട്, ഇൻട്രിക് ഫീവറിന്റെ ഒരു എപ്പിഡമിക് കേസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അറിയാനായിട്ട് അപ്പോൾ യൂറിനിൽ ഒരു ടെസ്റ്റ് ചെയ്യാവുന്ന ടെസ്റ്റാണ് ഡയാസോ ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റ് ഉണ്ട്. ആൻഡ് ഇവിടെ നമ്മൾ യൂറിന്റെ ഫ്രോത്ത് ഓഫ് യൂറിൻ പതയൻ ഡയാസോ റിയേജന്റ് അങ്ങോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു റെഡ് കളർ കിട്ടും എന്നുള്ളതാണ്. സോ ഇതിന്റെ ഒരു പ്രശ്നം ഫസ്റ്റ് വീക്ക് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. സെക്കൻഡ് വീക്ക് ഒക്കെ ആയി കഴിഞ്ഞാൽ ഈ ടെസ്റ്റ് പോസിറ്റീവ് ആയിരിക്കില്ല. അപ്പൊ യൂറിനിലെ ഫിനോളിക് കോമ്പൗണ്ട്സ് കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മൾ ഡയാസോ റിയേജന്റ് ഉപയോഗിക്കുക. ഇനി എതിരെ വാക്സിനോ ഇമ്മ്യൂണൈസേഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് വെച്ചാൽ പണ്ടൊരു ടാബ് വാക്സിൻ ഉണ്ടായിരുന്നു. ടാബ് വാക്സിൻ പരേൻട്രൽ ആയിരുന്നു, അതിപ്പോൾ ഇല്ല. ഇപ്പോൾ ഉള്ളത് പരേൻട്രൽ 6 നമ്മൾ പറഞ്ഞു. 6 അതിനെതിരെയുള്ള പോളിസാക്രൈഡ് വാക്സിൻ ആണ് നമുക്കുള്ളത്. അത് സാൽമണല്ല ടൈഫിയുടെ ടൈപ്പ് 2 അതിന്റെ ക്യാപ്സുലാർ ആന്റിജൻ വെച്ചിട്ടുള്ളതാണ്. ഒരു ഡോസ് എന്ന് പറയുന്നത് 25 മൈക്രോഗ്രാം ആണ്. IM കൊടുക്കാം, സബ്ക്യൂട്ടേനിയസ് കൊടുക്കാം. 2 വയസ്സിൽ കൂടുതൽ ഉള്ളവരായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഉള്ളത് ടൈഫ് ഓറാൽ ആണ്. ടൈഫ് ഓറാൽ പേരിൽ തന്നെ ഓറൽ ആണ്. ഓറൽ ലൈവ് ആയിട്ടുള്ള അറ്റന്യുവേറ്റഡ് സാൽമണല്ല ടൈഫി ടൈപ്പ് 2A ആണ് ഇതിനകത്തുള്ളത്. ആൻഡ് ഇതിനകത്ത് ഒരു സാധനമില്ല, ആ സാധനത്തിന്റെ പേര് എൻസൈം ആണ്. എൻസൈം UDP ഗാലക്ടോസ് 4 എപ്പിമെറേസ് എന്ന് പറയുന്ന ഒരു എൻസൈം ഇല്ല. അപ്പൊ അതുമൂലം എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഡിവൈഡ് ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്യും. ഒരു 4-5 ഡിവിഷൻ ആകുമ്പോഴത്തേക്കും അത് നിർത്തും, അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നില്ല, പിന്നെ നിന്ന് പോകും. അപ്പോൾ ഇത് എൻറിക്കോട്ടഡ് ഗുളിക അല്ലെങ്കിൽ ക്യാപ്സുളൊക്കെ ആയിട്ടായിരിക്കാം 1, 3, 5, 7 ഇങ്ങനെ ദിവസങ്ങളിലായിരിക്കും കൊടുക്കുക. 7-ാം ദിവസം ആകുമ്പോഴത്തേക്കും സംഭവം റെഡിയാവും. തന്നെ 3 to 4 ആഴ്ചയൊക്കെ കഴിയുമ്പോഴായിരിക്കും നമ്മൾ കൊടുക്കുക. 7-ാം ദിവസം ആകുമ്പോൾ ഇമ്മ്യൂണിറ്റി കൂടും. വീണ്ടും ഒരു ബൂസ്റ്റർ കൊടുക്കണമെങ്കിൽ 3 വർഷത്തിന് ശേഷമൊക്കെ കൊടുക്കാം. ഇനി ഫൈനലി നോൺ ടൈഫോയിഡൽ സാൽമണലയെ കുറിച്ചിട്ട് 2 വാക്ക് പറഞ്ഞ് അങ്ങ് നിർത്തിയേക്കാം. സോ ഇതൊരു സൂനോട്ടിക് ഡിസീസ് ആണ്. അനിമൽ ഫുഡ് പ്രൊഡക്ട്സിൽ നിന്നൊക്കെയാണ് ഇതിന്റെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. മിക്കവാറും സിമിലർ ടു എൻഡറിക് ഫീവർ ഒക്കെ പോലെ തന്നെയാണ്. പക്ഷെ ന്യൂട്രോഫിൽ ഇൻഫിൽട്രേഷൻ ഇൻടു ഇൻഡസ്റ്റൈനൽ മ്യൂക്കോസ ഉണ്ടാകുകയില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ആൻഡ് അപ്പോൾ ഉണ്ടാകുന്നത് ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് ഉണ്ടാക്കാം. ദെൻ എൻഡോകാർഡൈറ്റിസ് പോലുള്ള എൻഡോവാസ്കുലാർ ഇൻഫെക്ഷൻസ് ഉണ്ടാക്കാം. ദെൻ മെറ്റാസ്റ്റാറ്റിക് ലോക്കലൈസ്ഡ് ലീഷൻസ് ഉണ്ടാക്കാം എന്നുള്ളതാണ്. അത് ഇൻട്രാ അബ്ഡോമിനൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ഉദാഹരണത്തിന് ലിവറിനകത്ത് ഹെപ്പാറ്റിക് ഓർ സ്പ്ലെനിക് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ദെൻ അബ്സസസ് ഉണ്ടാക്കാം. ദെൻ കോളിസിസ്റ്റൈറ്റിസ് പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാക്കാം. ദെൻ സാൽമണല്ല ഓസ്റ്റിയോമൈലൈറ്റിസ് ഇത് ഉണ്ടാക്കുന്നതാണ്. പ്രത്യേകിച്ച് സിക്കിൾ സെൽ രോഗികളിലായിരിക്കും ഇത് ഉണ്ടാക്കുക. ദെൻ റിയാക്റ്റീവ് ആർത്രൈറ്റിസ് ഉണ്ടാക്കാം. റിയാക്റ്റീവ് ആർത്രൈറ്റിസ് ഉണ്ടാക്കുന്ന അതിനെ നമ്മൾ സിൻഡ്രോം റീറ്റേഴ്സ് സിൻഡ്രോം അല്ലെങ്കിൽ റിറ്റേഴ്സ് സിൻഡ്രോം എന്നാണ് പറയുക. അത് പ്രത്യേകിച്ച് ഉണ്ടാകുന്നത് HLA ആന്റിജൻ HLA-B27 ആന്റിജൻ അത് പ്രശ്നം ഉള്ളവരിലാണ് ഉണ്ടാകുന്നത്. ആൻഡ് ദിസ് ഇസ് ട്രീറ്റ്മെന്റ് റെസിസ്റ്റന്റ് ആണ് എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രശ്നം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് സാൽമണല്ല. സോ താങ്ക് യു ഫോർ വാച്ചിങ്.